നമസ്കാരം. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 1973 കമ്മീഷൻ ചെയ്തത്. അതിനു മുമ്പേ കാടുണ്ടേ. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി 2 വിഭാഗമായിട്ട് നിൽക്കുന്നത്. ഒന്ന് മുത്തങ്ങ, ഒന്ന് തോൽപ്പെട്ടി. മനോഹരമായ സ്ഥലമാണല്ലോ വയനാട്. നിങ്ങൾക്കൊക്കെ എല്ലായ്പ്പോഴും ഒരു ടൂർ പോകണമെന്ന് തോന്നിയ ആദ്യം പറയുന്നത് വയനാടാണല്ലോ. അതിലേറ്റവും ആകർഷകം വയനാട്ടിലെ ഫോറസ്റ്റ് തന്നെയാണ്. ആ ഫോറസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊക്കെ വയനാട്ടിൽ ജനിച്ചു വളർന്നെങ്കിലും ഫോറസ്റ്റിനെ കുറിച്ച് അധികം അറിയില്ലായിരുന്നു. കാരണം ഒരു നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷിയിടങ്ങളായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോഴൊക്കെ കാട് കാണുന്നത് ചുരം ഇറങ്ങി വരുമ്പോൾ ചുരത്തിൻ്റെ 2 വശവും കാട് കാണാൻ. മഴ സമയത്ത് പോലും ബസ്സിൻ്റെ ഷട്ടർ എന്ന് പറഞ്ഞാൽ അന്ന് ടാർപ്പായി പൊന്തിച്ച് വെച്ച് ചെറുപ്പം മുതലേ കാട് കാണാൻ താല്പര്യമുണ്ടായി. പിന്നെ കാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോയത് വയനാട് ടൂറിസം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു യാത്ര നടത്തി. അന്നൊന്നും കാട്ടിനുള്ളിലേക്ക് അധികം കയറാൻ കഴിഞ്ഞില്ല. കർണാടക വരെ പോയി വന്നു. പിന്നീട് ഞാൻ കുട്ടികളെയും കൊണ്ടൊരു നേച്ചർ ക്യാമ്പിന് പോയതാണ് കാടിനെ കുറച്ചുകൂടി അറിവ് കിട്ടിയത്. അതിനുശേഷം ഒരു ദിവസം പത്രത്തിലൊരു പരസ്യം, വയനാട് എഡിഷൻ, വന്യജീവി സെൻസസ് നടക്കുന്നു. താല്പര്യമുള്ള ഇത്ര മുതൽ ഇത്ര വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ താല്പര്യമുള്ളവർക്ക് വിലാസം അറിയിക്കുക എന്നും പറഞ്ഞിട്ട്. അന്നൊന്നും ഫോൺ അത്ര വ്യാപകമായിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ ഞാനൊരു ലെറ്റർ അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാർഡ് വന്നു. കാർഡിലുള്ള ഉള്ളടക്കം ശ്രദ്ധിച്ചോളൂ. കാർഡിലുള്ള ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, താങ്കളെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വൈൽഡ് ലൈഫ് സെൻസസിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. താങ്കൾ ഇന്ന ദിവസം രാവിലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഓഫീസിൽ വന്ന് അറ്റൻഡ് ചെയ്യണം. മാത്രമല്ല, താങ്കൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റും ഒരു ഗ്ലാസും അതുപോലെ ഒരു ബെഡ്ഷീറ്റും വേണ്ട സാധനങ്ങളും നിങ്ങൾ കരുതിയിരിക്കണമെന്ന് അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല, ഭക്ഷണവും താമസവും മാത്രമേ ലഭിക്കുകയുള്ളൂ, ഓണറേറിയമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ പ്രതിഫലമൊന്നുമില്ല, ഇതൊരു സേവനമാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ പോവുക, കാട്ടിനുള്ളിൽ പോയിട്ട് വന്യജീവികളെ സെൻസസ് എടുക്കുക, ഇതൊരു പുതിയ അനുഭവമല്ലേ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ സെൻസസ് എടുക്കാൻ അധ്യാപകരൊക്കെ വരാറുണ്ട് അല്ലേ. അവർ വന്നു കഴിഞ്ഞാൽ നമ്മളോട് എന്താ ചോദിക്കുക, ഇവിടെ ആരൊക്കെയാണ്, മൂത്തത് ആരാണ്, അവരുടെ പേര് പറയൂ, ആധാർ കാർഡ് എടുക്കൂ, അവർക്ക് എത്ര മക്കളുണ്ട്, അവർ വിവാഹം കഴിച്ചിട്ടുണ്ടോ, അതിൽ കുട്ടികളുണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുക. നമ്മളെ കാട്ടിൽ പോയിട്ട് ആനയെ കണ്ടിട്ട് നിൽക്കൂ, കൊമ്പിനെത്ര നീളമുണ്ട്, പ്രായം എത്രയായി, താങ്കൾ എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിക്കാൻ പറ്റുമോ? കടുവയെ കണ്ടിട്ട് കടുവജി ഒന്ന് നിൽക്കൂ, താങ്കളിപ്പോൾ എവിടെയാണ് താമസം, താങ്കളുടെ ടെറിട്ടോറിയൽ എവിടെയൊക്കെയാണ്, എത്ര ഏരിയ ഉണ്ട്, നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ആകെ ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിലാണ് ഈ സെൻസസിനെ പറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ കാട്ടിൽ പോകേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതാരായാലും, നിങ്ങളായാലും ഞാനായാലും ഒക്കെ പാലിക്കേണ്ടതാണ്. ശരിക്കും കാട്ടിൽ പോകാതിരിക്കുകയാണേ നല്ലത്. അപ്പോൾ കാട്ടിൽ പോകുമ്പോൾ കടും കളറുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. സുഗന്ധദ്രവ്യങ്ങൾ, പൗഡർ വരെ ഉപയോഗിക്കാൻ പാടില്ല. പാത്രവുമല്ല, പ്ലാസ്റ്റിക് സാധനങ്ങളേ കൊണ്ടുപോകരുത്.
തുണി സഞ്ചി കരുതുക, കഴിയുന്നതും ഷൂസ് ധരിക്കുക. മാത്രമല്ല അട്ട എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ലീച്ച്. അട്ട കടിക്കും മരത്തിൽ പോയാൽ. അപ്പോൾ അതിന് നമുക്ക് കരുതാൻ പറ്റിയ സാധനം ഉപ്പാണ്. അപ്പോൾ സോക്സിൻ്റെ ഇടയിലൊക്കെ ഉപ്പ് ഇടുക, അപ്പോൾ അട്ട കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അന്ന് ഞങ്ങൾ 45 പേരുണ്ടായിരുന്നു. ആ 45 പേരെ 4 പേരടക്കമുള്ള ഓരോ ബാച്ചാക്കി തിരിക്കും. എന്നിട്ട് അവരെ ഓരോ പ്രദേശത്തേക്കാണ് വിടുക. അപ്പോൾ കാട്ടിൽ നമുക്ക് അറിയില്ലല്ലോ ഏരിയ എത്ര ഉണ്ട് എന്നൊന്നും. പക്ഷേ വനം വകുപ്പിന് കൃത്യമായ കണക്കുണ്ട്. ഓരോ ഡിവിഷനും പേരുണ്ട്, നമ്പറുണ്ട്. അതിൽ കോർ ഏരിയ ഒഴിച്ച്, പ്രധാനപ്പെട്ട ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം റോഡ് സൗകര്യങ്ങളുണ്ട്, റോഡും ഉണ്ട്. മാത്രമല്ല നമ്മൾ ഈ സെൻസസിന് പോകുമ്പോൾ നമ്മളൊരു മൃഗത്തെ കണ്ടാൽ നമ്മൾ മെല്ലെ അടുത്ത ആളെ തോണ്ടിയിട്ട് മെല്ലെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ പാടുള്ളൂ. അതാ അവിടെ ആനയുണ്ട് അല്ലെങ്കിൽ അവിടെ പിന്നെ കുരങ്ങുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല, സംസാരിക്കാനേ പാടില്ല. മാത്രമല്ല ഈ 4 ആളിൽ ഒരാളെ കവിച്ച് വെച്ച് വേറൊരാൾ പോവുകയും ചെയ്യരുത്. പിന്നെ കാലുകൾ മെല്ലെ 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 ചവിട്ടാൻ പാടുള്ളൂ. അതെന്താ കാരണം എന്ന് വെച്ചാൽ, കാട്ടിനുള്ളിൽ നമ്മൾ കയറിയ ഉടനെ അവിടുത്തെ വന്യജീവികൾക്ക് അറിയാൻ കഴിയും. അതൊരു ടെലിപ്പതിക് സന്ദേശം അവർക്ക് കൊടുത്തിരിക്കും. മറ്റൊരു ജീവി അത് മറ്റൊരാൾക്ക് കൊടുക്കും, അതങ്ങനെ കൊടുത്തിരിക്കും. ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്നത് ഒരു 10 വർഷം മുമ്പേ അക്കേഷ്യ ചെടികളിൽ ഒരു പഠനം നടത്തിയിരുന്നു. അക്കേഷ്യ ചെടികളിൽ പഠനം നടത്തിയപ്പോൾ അക്കേഷ്യ ചെടികളിൽ ഇങ്ങനെ കാറ്റടിക്കുന്നത് പ്രത്യേക സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ്. ആ സന്ദേശങ്ങൾ അടുത്ത് എത്ര ദൂരെയുള്ള അക്കേഷ്യ ചെടിയിലേക്ക് ആ സന്ദേശം കൈമാറുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒക്കെ അതിനേക്കാൾ കൂടുതൽ പഠനം നടത്തിയിട്ടുണ്ടാവാം. ജീവജാലങ്ങൾ വളരെയേറെ പിന്നെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അത് എറുമ്പുകളുടെയൊക്കെ ജീവിത രീതി ഇപ്പോൾ വീഡിയോയിലൊക്കെ വരുന്നില്ലേ, എത്ര അവർ രക്ഷിക്കുന്നതൊക്കെ. ഒരു എറുമ്പിന് എന്തെങ്കിലും പറ്റിയാൽ അവർ രക്ഷിക്കുന്നതും, ഒരു എറുമ്പ് ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവർ പാലുണ്ടാക്കി കൊടുക്കുന്നതും, എറുമ്പുകൾ ഭക്ഷണം ശേഖരിച്ച് വെക്കുന്നതും, അതുപോലെ എറുമ്പുകൾ മുട്ട ഒരു സ്ഥലത്തിൽ നിന്ന് അവരുടെ വിരിയാറായ മുട്ട ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഉടനെ അറിയാം കാലവർഷം തുടക്കമാണ്, മഴക്കാലം തുടക്കമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ കാട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കുള്ള വഴികാട്ടി ഒരു ആദിവാസി വാച്ചറാണ്. ഈ ആദിവാസി വാച്ചർക്കെന്ന് പറഞ്ഞാൽ കാടിനെ പറ്റി നന്നായിട്ട് അറിയാം. അവർ സ്മെല്ല് പിടിക്കും, മൃഗങ്ങളുടെ സ്മെല്ല് പിടിക്കും. ഇപ്പോൾ ഒരു ആനയൊക്കെ ഒരു 25 മീറ്റർ ദൂരെ ഉണ്ടെങ്കിലും അവർ ആ സ്മെല്ല് കൊണ്ടറിയും. നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെ അനക്കം കൊണ്ട് ഇന്ന സാധനം എന്ന ദിക്കിലുണ്ട്. കടുവയാണെങ്കിൽ കടുവ, പിന്നെ കരടിയാണെങ്കിൽ കരടി ഉണ്ട് എന്നൊക്കെ അവർക്ക് കണ്ടെത്താൻ കഴിയും. അയാളുടെ കയ്യിൽ ആകെയുള്ളത് ഒരു മുളവടിയാണ്. കാട്ടിലാണേ പോകുന്നത്, മനസ്സിലാക്കണം. പിന്നെ ഉള്ളത് വനം വകുപ്പിൻ്റെ ഒരു ഫോറസ്റ്ററാണ്. അദ്ദേഹത്തിനും കാടിനെ പറ്റി നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തോക്കുണ്ട്. ഇവരെ 2 പേരെ വിശ്വസിച്ചിട്ടാണ് പിറകിലുള്ള ഞങ്ങൾ 4 ആൾ ഇവരൊപ്പരം പോകുന്നത്. അത് ഏകദേശം 10 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. ഏത് വർഷം നടന്നെന്നറിയോ? 1997 സെൻസസാണ്. ഞാൻ 2 സെൻസസിന് പോയിരുന്നു. 97 സെൻസസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിന് കാരണവുമുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ 97 സെൻസസിൽ കാട്ടിനുള്ളിൽ പോകുമ്പോൾ നമ്മൾ പക്ഷികളുടെ ശബ്ദം കേട്ടാൽ, നമുക്ക് തിരിച്ചറിയാവുന്ന പക്ഷികളെ ശബ്ദം കേട്ടാൽ, നമ്മുടെ കയ്യിലൊരു നോട്ട് പുസ്തകം ഒരു പേനയും തന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാവുന്ന പക്ഷികളെ ശബ്ദം കേട്ടാൽ നമുക്ക് എഴുതി വയ്ക്കാം. അണ്ണാനെ കണ്ടാൽ എഴുതാം,
മാനുകളെ കണ്ടാൽ എഴുതാം. മാനുകളെ കണ്ടാൽ ചിലപ്പോൾ എത്ര എണ്ണം എന്നൊന്നും നമുക്ക് എണ്ണാനും കഴിയില്ല. അത്രമാത്രം മാൻകൂട്ടം ഉണ്ടാവും. ചിലപ്പോൾ മാത്രം ഒരു 5-6 എണ്ണമൊക്കെ കാണും. ചിലപ്പോൾ കൂട്ടമായിട്ടായിരിക്കും മാൻകൂട്ടം ഉണ്ടാവുക. നമ്മളെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലർ ഒക്കെ പിന്നെ ഭക്ഷണം കഴിച്ചാൽ അതുവരെ അങ്ങനെ അങ്ങ് പോകും. ചിലപ്പോൾ അതിലുള്ള ഏതെങ്കിലും മാനൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ട. കാട്ടുപോത്തിനെ ഞങ്ങൾ കണ്ടു. ഞങ്ങളെ മുന്നിൽ കൂടെ നടന്നു പോകുന്ന ഒരു കാട്ടുപോത്തിനെ കണ്ടു. കൂട്ടത്തെ കണ്ടില്ല. പിന്നെ ഉള്ളത് പറയാനുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം കാട്ടിനുള്ള വൃത്തിയാണ്. ഇപ്പോൾ കാട്ടിനുള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അന്ന് കാടിനുള്ള വൃത്തി ഒരു പ്ലാസ്റ്റിക് എവിടെയും ഉണ്ടാവില്ല. മാത്രമല്ല ഈ ആനയും കടുവയും കരടിയും ഒക്കെ കാഷ്ടിച്ചാലും ആ ആനയൊക്കെ കാഷ്ടിച്ചത് ഒരു ദിവസത്തൊക്കെ അവിടെ കാണുള്ളൂ, 1-2 ദിവസത്തെ. ബാക്കിയുള്ളതെല്ലാം അണുക്കൾ, കാട്ടിലുള്ള സൂക്ഷ്മജീവികൾ ആ മണ്ണിനോട് ചേർക്കും. അതാണ് കാടിൻ്റെ ഒരു പ്രത്യേകത. കാട്ടിൽ മരം വീണാലും അത് വലിയ സ്ഥിതി. കാട്ടിനെ ജൈവ വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കാട്ടിനുള്ളിൽ കൂടി. ദാഹമുണ്ട്, കൊണ്ടുപോയ വെള്ളം കുടിച്ചു കഴിഞ്ഞു. വേനൽക്കാലമാണ്, കാട്ടിലെ അരുവികളിലൊന്നും വെള്ളം കിട്ടില്ല. എത്രയെങ്കിലും വെള്ളം കൊണ്ടുപോകാനും പറ്റില്ലല്ലോ, ഏറ്റി കൊണ്ടുപോകണ്ടേ. അങ്ങനെ ഞങ്ങൾ പോയി കാട്ടിൻ്റെ പല സ്ഥലങ്ങളിലെത്തിയപ്പോൾ ആനകൾ പോയിട്ടുണ്ട്. അപ്പോൾ ആനകൾ പോകുമ്പോൾ ചതുപ്പിൽ ആനകളുടെ കാലുകൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാൻഡ് മണലിൽ ആനകളുടെ പിന്നെ കാലുകൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാപ്പ് വെച്ച് അളക്കുക ചെയ്യുക. അത് ക്രോസ് വെച്ച് അളക്കും, അത് എഴുതും. അതേ സമയത്ത് അപൂർവമായിട്ടാണ് കടുവകളുടെ കാൽപാദം കാണുക. അപ്പോൾ കടുവകളുടെ കാൽപാദം കണ്ടാൽ അത് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ എടുക്കണം. ഞങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നിട്ടുണ്ട്. ഞങ്ങൾ വെള്ളവും കരുതിയിട്ടുണ്ട്, പാത്രവും കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചതുപ്പിൽ എന്ത് ചെയ്യും, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി അവിടെ ഒഴിച്ചിട്ട് ഫോറസ്റ്റർ പറഞ്ഞു തരും ഇത് ഈ ബ്ലോക്കിൻ്റെ പേര്. ആ ബ്ലോക്കിൻ്റെ പേര് അതിലെഴുതും. പിന്നെ അത് ആ ഏരിയ എവിടെയാണ്, ഏത് ബോർഡറാണ് എന്നൊക്കെ എഴുതും. അന്ന് കടുവകളെക്കുറിച്ച് 2-3 സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ചതുപ്പിൽ കടുവകളുടെ കാല് കണ്ടാൽ ഏത് കടുവയാണ് പോയത്, ഒരു കടുവ തന്നെയാണോ പോയത്, അല്ല കൂട്ടമായിട്ടാണോ പോയത് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ആ കുഴിയിലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ച് അത് ഉണങ്ങുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് അത് മെല്ലെ എടുത്ത് ബാഗിൽ വെച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക ചെയ്യാം. അങ്ങനെ ഒരു കടുവയുടെ കാൽപാദം, ഇതൊരു കടുവയുടെ കാൽപാദമാണ്. കണ്ടോളൂ, ആദ്യമായിട്ട് കാണുകയായിരിക്കും. ഇങ്ങനെയാണ് ഒരു കടുവയുടെ കാൽപാദം ഉണ്ടാവുക. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് എടുത്തത്. ഇതിൻ്റെ പിറകിൽ എഴുതിയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതിലിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിലെഴുതിയത് മുത്തങ്ങയാണ്. മുത്തങ്ങ എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു രസമൊക്കെ തോന്നും. മുത്തങ്ങ ഔഷധ സസ്യമാണ്. മുത്തങ്ങ മാനസിക രോഗത്തിനൊക്കെ ചികിത്സ നടത്തുന്നതിനൊക്കെ മുത്തങ്ങ അത്യാവശ്യമാണ്. പിന്നെ പലതരം മരുന്നുകൾക്ക് മുത്തങ്ങ ആവശ്യമാണ്. GB39 എന്ന് പറയുന്നത് ആ ഒരു സെക്ഷൻ്റെ നമ്പറാണ്. അത് ഫോറസ്റ്റ് അവരുടെ ഒരു ഏരിയയുടെ നമ്പറാണ്. പിന്നെ എഴുതിയത് മൈസൂർ ബോർഡറാണ്. മൈസൂർ ബോർഡറിലെത്തി ഞങ്ങൾ. അതാണ് മൈസൂർ ബോർഡറിലാണ്. 1/5/1997 ഡേറ്റ് ഇട്ടിരിക്കുന്നു. മാത്രമല്ല അത് മഡിലാണോ സാൻഡിലാണോ എന്നൊക്കെ എഴുതണം. അത് ഇതിൽ സാൻഡാണ് എഴുതിയത്. അവിടെ മണലുള്ള സ്ഥലത്തു നിന്നാണ് ഇതെടുത്തത്. ഇതൊന്നുകൂടി കണ്ടോളൂ. ഇനി ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രായം നിശ്ചയിക്കുക, ഇതെങ്ങനെ ആണാണോ പെണ്ണാണോ എന്ന് കണ്ടെത്തുക എങ്ങനെയാണ്? ഇതൊന്നും കാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അളക്കാനൊന്നും കഴിയില്ല, നേരമില്ല. ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഈ 10 കിലോമീറ്ററോളം നടന്ന് പലതരം മൃഗങ്ങളുടെയും പലതരം ശബ്ദങ്ങളും
പലതരങ്ങൾ. ഈ കടുവയുടെ ടെറിട്ടോറിയൽ മാർക്കുണ്ട്. അത് ഞങ്ങളെ പിന്നെ ഈ വാച്ചറും ഫോറസ്റ്റും ഒക്കെ കാണിച്ചു തന്നു. അത് ടെറിട്ടോറിയൽ മാർക്ക് എന്ന് പറയുന്നത് ഒരു 4 കിലോമീറ്ററോളം സ്ഥലം ഒരു കടുവയുടെ വാസസ്ഥലമാണ്. അവിടെ മറ്റൊരു കടുവയ്ക്ക് വരാനുള്ള അവകാശമില്ല. ആ ടെറിട്ടറി മാർക്ക് എങ്ങനെയാണ്? ചില മരങ്ങളിൽ ഇങ്ങനെ മാന്തി വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഈ 4 കിലോമീറ്റർ എങ്ങനെയാണ് അളന്നെടുക്കുക ചെയ്യുക? അവയ്ക്ക് കൃത്യമായി അതെല്ലാം ചെയ്യാനുള്ളൊരു കഴിവ് ജന്മനാ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നഖം വെച്ച് അതിനിങ്ങനെ മാന്തും, മരത്തിൽ മാന്തും. അതാണ് ടെറിട്ടോറിയൽ മാർക്ക് എന്ന് പറയുന്നത്. ഈ ടെറിട്ടോറിയൽ മാർക്ക് വരെ ഞങ്ങളെ കാണിച്ചു തന്നു. പിന്നെ കരടി പുറ്റിൽ മരത്തിൻ്റെ മുകളിലൊക്കെ മാന്തിയിട്ട് തേനെടുത്ത സ്ഥലമൊക്കെ കാണിച്ചു തന്നു. ഞങ്ങളുടെ 6 പേര് നടക്കുന്ന ശബ്ദം കിലോമീറ്റർ ദൂരെയുള്ള വന്യജീവികൾ അറിയും. അവരപ്പോഴത്തേക്ക് പല സ്ഥലത്തേക്കും പോകും. അതിൽ പേടിയില്ലാത്ത കുറച്ച് മയിലുകളും കുറച്ച് മാനുകളും ചില കാട്ടുപോത്തുകളൊക്കെ ഞങ്ങളെ കൺമുമ്പിൽ കൂടി പോയിട്ടുള്ളൂ. പക്ഷികൾ വരെ സ്ഥലം വിടും, മനുഷ്യന്മാരെ കല്ലേ സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ, ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ബാച്ചിലുള്ള പലർക്കും കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ഇത് അളന്ന് നോക്കിയാലേ ഇതേ കടുവയാണോ അവിടെ കണ്ടത്, അല്ല അവിടെ കണ്ടതാണോ ഇവിടെ കണ്ടത്, അത് വേറെയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഈ പഗ്മാർക്ക് അത്യാവശ്യമാണ്. ഇതിനെ ടാപ്പ് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കും. ആ അളവറിഞ്ഞിട്ടാണ് ഇത് ആൺകടുവയാണോ പെൺകടുവയാണോ എന്ന് തിരിച്ചറിയുന്നത്. ഇതന്ന് ആ സെൻസസിന് പോയത് കൊണ്ട് കിട്ടിയ അറിയുക. അപ്പോൾ അന്ന് 97 ചില നിയമങ്ങളുണ്ട് ഫോറസ്റ്റിൽ. ഫോറസ്റ്റിന് ഒരു സാധനം എടുക്കാൻ പാടില്ല, ഒരു സാധനം എടുക്കാൻ പാടില്ല. ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അളവെടുക്കുകയാണ്. നമ്മളൊരു ചെടീൻ്റെ കമ്പ് വരെ ഇല വരെ സത്യത്തിൽ നെല്ലിക്കൊക്കെ പറിച്ച് തിന്നാന്നല്ലാതെ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. ഇതാണ് നിയമം. ഈ പഗ്മാർക്ക് കൂടുതൽ വന്നപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ പിന്നെ എനിക്കിത് അത്യാവശ്യമാണ്, ഞാനിത് സൂക്ഷിച്ചു വെക്കും, എനിക്കിത് ഒരു പഠനം ഒക്കെ നടത്താനാണ്, ഇതെനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളെടുത്തോളൂ എന്ന് എന്നോട് പറഞ്ഞു. അത് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിലും ഞാനിത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇത് വീണാൽ ഉടഞ്ഞു പോകും, പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ ഈ ഒരു കടുവ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നും നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അതിൽ രസം എന്താ വെച്ചാൽ കടുവകളുടെ എണ്ണങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കൊടുത്തു. അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾക്ക് 2 ദിവസത്തെ ക്യാമ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാമ്പിലെ രസം എന്താണെന്ന് വെച്ചാൽ അവിടെ മുത്തങ്ങയിൽ നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ തന്നെ അന്ന് 97 ഞാൻ പറയുന്നത്, ഭയങ്കര രസമാണ്. വൻമരങ്ങളോടുള്ള സ്ഥലത്ത് നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ആകെ 2 ക്വാർട്ടേഴ്സ്, ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള 2 ക്വാർട്ടേഴ്സും ഒരു ഓഫീസും പിന്നെ മരം കൊണ്ടുണ്ടാക്കിയ സ്രാമ്പി മനോഹരമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ്. 4 കാലിൻ്റെ മുകളിൽ കയറിയ എല്ലാ സൗകര്യങ്ങളും അന്നത്തെ യൂറോപ്യൻ ക്ലോസറ്റ് അടക്കം അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സായിപ്പൊക്കെ വന്നാൽ താമസിക്കാൻ വേണ്ടിയിട്ടും ഒരു വാച്ചിങ് ടവറാണ് ശരിക്കും അത്. പിന്നെ ഉള്ളത് അവിടെ ഉള്ള രസം എന്താ വെച്ചാൽ ആനപ്പന്തിയ. പണ്ട് കാലത്ത് ആനയെ പിടിക്കാൻ മുത്തങ്ങ എപ്പോഴും ആനകൾ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. വന്യജീവികൾ, ധാരാളം സ്പീഷീസ് സസ്യങ്ങൾ, ജൈവവൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ് മുത്തങ്ങ. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. ബന്ദിപ്പൂര്, നാഗർഹോള വന്യജീവി സങ്കേതങ്ങൾ അതിരിടുന്ന സ്ഥലമാണ് ഈ മുത്തങ്ങ. പിന്നെ അതുപോലെ തമിഴ്നാട്ടിലുള്ള വന്യജീവി സങ്കേതവുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയി കഴിയുമ്പോൾ അവിടെ അങ്ങോട്ട് ബസ് ഇറങ്ങുമ്പോൾ തന്നെ കടകട ശബ്ദ, വൻ ശബ്ദം. നോക്കുമ്പോൾ മലയണ്ണാനാണ്. മലയണ്ണാനെ കാണാൻ എന്താ ഭംഗി, വലിയ വാലൊക്കെ ആയിട്ട്, ഏകദേശം ഒരു മീഡിയം കുരങ്ങിൻ്റെ വലുപ്പം. അതിങ്ങനെ ശബ്ദിക്കുകയാണ്, കട. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മലയണ്ണാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പേര് വയസ്സൊക്കെ എഴുതി കൊടുത്ത് അവിടുന്ന് പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ ഡോർമെട്രി ഒന്നുമില്ല. ഇന്ന് മുത്തങ്ങയിൽ പോയാൽ ഡോർമെട്രി ഉണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകം വേറെ, പുരുഷന്മാർക്ക് പ്രത്യേകം. അതിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് അതൊന്നുമില്ല. അന്ന് കാട്ടുപുല്ലുകൾ കൊണ്ട് മേഞ്ഞ, മേൽക്കൂരയുള്ള, മുള കൊണ്ടുണ്ടാക്കിയ സത്യത്തിൽ മനോഹരമായ ഒരു ഷെഡ് എന്ന് പറയാൻ പുൽക്കൂട്. അതിനുള്ളിൽ കിടക്കാനോ മുള കൊണ്ടുണ്ടാക്കിയ കട്ടിൽ, ഒരുമിച്ചുള്ള. തലാണിയൊന്നും ഇല്ല കേട്ടോ കിടന്നു പറയാൻ. ആദ്യമായിട്ടാണ് മുളൻ്റെ മുകളിൽ കിടക്കുന്നത്. വീട്ടിലൊന്നും ഈ വന്യജീവി സെൻസസിന് പോകുക എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ക്യാമ്പിന് പോകുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം കാട്ടിനെക്കുറിച്ച് അറിയുന്ന അച്ഛൻ ഒരിക്കലും വിടില്ല സെൻസസിന്. നമുക്ക് ഒരു ബോധമില്ലാതെ നമ്മളങ്ങോട്ട് പോയതാണ്, ഈ കാടിൻ്റെ താല്പര്യം അനുസരിച്ച്. കാട്ടിലുള്ള മൃഗങ്ങൾ എങ്ങനെയാണ് നമ്മളെ ആക്രമിക്കുകയോ നമ്മളവിടെ പെട്ടുപോവുകയോ ഒന്നും ആലോചിക്കാതെയാണ് സത്യത്തിൽ ആ പ്രവൃത്തിയിൽ പോയത്. പിന്നെ നമുക്കൊരു വിശ്വാസം വനം വകുപ്പിനെയാണ്. വനം വകുപ്പിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരല്ലേ നമ്മെ വിളിക്കുന്നത്. അവർ നമ്മെ വിളിക്കുന്നു, അവർ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. ട്രെയിനിങ് കിട്ടിയ ഒരു ഫോറസ്റ്റർ ഉണ്ട്, അതുപോലെ ട്രെയിനിങ് കിട്ടിയ ഒരു വാച്ച്മാൻ, അതും ആദിവാസി വാച്ച്മാൻ. ആദിവാസി എന്ന് പറയുന്നത് അവർക്ക് കാടിനെക്കുറിച്ച് നന്നായി കാട്ടിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരാളെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഇവിടെ താമസിക്കുമ്പോൾ ലഘുഭക്ഷണ, വെജിറ്റേറിയൻ ഭക്ഷണമേ കിട്ടുള്ളൂ. ലഘുഭക്ഷണമാണ്. അങ്ങനെ പ്ലേറ്റുമായി പോവുക, ഭക്ഷണം കഴിക്കുക, പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് വെച്ച് കഴുകുക, പാത്രം അവിടെ മടക്കി വയ്ക്കുക. കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അന്നൊന്നും മൊബൈലൊന്നും ആരുടെ കയ്യിലും ഇല്ല. അതുകൊണ്ട് പാട്ടൊച്ചത്തിൽ വയ്ക്കരുതെന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതൊന്നുമില്ല. പിന്നെ രാത്രി 8 മണിയായാൽ കറണ്ട് ലൈറ്റ് ഓഫാക്കും. 8 മണിക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീർത്തോളണം. ഭക്ഷണം കഴിക്കുക, എല്ലാം കഴിച്ച് പിന്നെ ക്ലോസ്. കാട്ടിലാണേ താമസിക്കുന്നത്. അപ്പം രാത്രിയിൽ കയ്യിൽ കരുതിയ ടോർച്ച് എടുത്തിട്ട് ഒന്ന് അടിച്ചു നോക്കി ഞങ്ങൾ കൂട്ടുകാർ. കുറേ തിളങ്ങുന്ന കണ്ണുകളങ്ങനെ കാണുന്നത്. എന്താണെന്നറിയോ? മാനുകൾ വന്ന് ഈ ക്യാമ്പിൻ്റെ ചുറ്റും വന്ന് കിടക്കുക. എന്താ കാരണം? അവർക്ക് കാട്ടിലേക്കാൾ പ്രൊട്ടക്ഷൻ ഇവിടെയാണ് കിട്ടുന്നത്. മനുഷ്യവാസമുള്ള സ്ഥലമായതുകൊണ്ട് മറ്റ് ജീവജാലങ്ങൾ വരില്ല എന്നുള്ളൊരു ബോധം അവർക്കുള്ളത് കൊണ്ട് അവരവിടെ വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ തിളങ്ങും, ഇങ്ങനെ ഭയങ്കര തിളക്കും. ഞങ്ങൾ കുറച്ച് പേർന്ന് അടിച്ചു നോക്കി, പിന്നെ ഞങ്ങൾ കിടക്കുകയും ചെയ്തു. ഉറക്ക് വരില്ല, കാട്ടിനുള്ളിലല്ലേ. കിടക്കടോ ശബ്ദം, മുളക് കൂട്ടം അങ്ങനെ കാറ്റത്തടിക്കുന്ന ശബ്ദം, കാറ്റ്, ഇതൊക്കെയാണ്. എന്തെങ്കിലും കാട്ടിലെ ജീവിതം ഒരു ഭയങ്കര രസമാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു സംഗതി എന്ന് വെച്ചാൽ അവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പിന്നെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൽ അന്ന് 97-ലൊക്കെ ജിപ്സി ഒരു ഹരാണ്, പച്ച ജിപ്സി. കേരള സർക്കാർ വനം വകുപ്പ് എന്ന് എഴുതിയിട്ടുള്ളൊരു ജിപ്സി. ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് കുറേ നേരം ചിലവാക്കി. ജിപ്സി ആദ്യമായിട്ട് കാണല്ലേ. ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞാൽ റോഡ് നോക്കാണ് നമ്മൾ തൊടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ജിപ്സി, അത് മറക്കാൻ പറ്റില്ല. ആ ജിപ്സി അതൊരു വല്ലാത്ത ഒരു രസം തന്നെയായിരുന്നു, ആ ജിപ്സിയിലൊക്കെ ഒന്ന് കയറുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ആനപ്പന്തിയിലേക്കാണ്. അപ്പോൾ ആനകളെ പിടിച്ചു കൊണ്ടുവന്നാൽ ആനയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം, അതൊരു വലിയ തേക്കിൻ്റെ മരങ്ങൾ കുഴിച്ചിട്ട ഒരു സ്ഥലമാണ്. അവിടെ ആനയെ കൊണ്ടുവന്ന് കൂട്ടിലാക്കിയിട്ട് താപ്പാനകൾ, പരിചയസമ്പന്നരായ ആനകളെ കൂട്ടി പരിചയസമ്പന്നരായ പാപ്പാന്മാരെ വെച്ച്
ഭാഷ വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, മലയാള ഭാഷയിൽ ആ ഭാഷ വരെ അവിടെ പഠിപ്പിക്കുക ചെയ്യുന്നത് ആനയെ. അങ്ങനെ ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നൊരു സ്ഥലമായിരുന്നു പിന്നെ മുത്തങ്ങയിൽ. അതൊക്കെ 70, 75, 80 കാലഘട്ടത്തോടു കൂടിയാണ് അത് ആനപിടുത്തം നിർത്തിയത്. കാട്ടിലെ ആനപിടുത്തം നിർത്തുക ചെയ്തത്. ആനയ്ക്ക് എണ്ണം കുറവായതുകൊണ്ട്. ഇപ്രാവശ്യം സെൻസസിൽ വയനാട്ടിൽ ആന കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്ര കണ്ട് ശരിയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ സെൻസസിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാറ്റലൈറ്റ് വഴിയൊക്കെ സെൻസസ് ഉണ്ടാവാം. വിദേശങ്ങളിലൊക്കെ മൃഗങ്ങളെ പിടിച്ച് ചിപ്പ് ധരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ചിപ്പാകുമ്പോൾ ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. നമുക്ക് കേരളത്തിൽ അങ്ങനെ ചിപ്പ് സമ്പ്രദായം ആദ്യം 1-2 സ്ഥലത്തെങ്ങാൻ കുറച്ച് മൃഗങ്ങളിൽ ചെയ്തിരുന്നു. പിന്നീടൊന്നും നിലവിൽ വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, നമ്മളെയൊക്കെ കാട്ടിൽ എത്ര ജീവജാലങ്ങളുണ്ട്, ഇവയൊക്കെ ചിപ്പ് പിടിപ്പിക്കാൻ പറ്റുമോ? അത് തന്നെ ഒരു മഹാപാപമല്ലേ സത്യത്തിൽ. ഇപ്പോൾ നമ്മളെയൊക്കെ വീട്ടിൽ വളർത്തുന്ന പശുക്കൾക്ക് ഇൻഷുർ വേണമെങ്കിൽ ചെവിയിൽ ഒരു ഇത് കൊടുക്കും. അത് വെച്ച് നോക്കിയിട്ടാണ് അതിൻ്റെ പ്രായം, അതിൻ്റെ ഇൻഷുർ ഒക്കെ കണക്കാക്കുന്നത്. ഇനി മനുഷ്യനും വന്നുകൂടാതൊന്നുമില്ല. ആധാർ കാർഡ് വന്നപ്പോൾ എല്ലാം ആധാർ കാർഡ് നോക്കിയാൽ മനസ്സിലാവുന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആധാർ കാർഡ് പോരാ, കയ്യിൽ എത്ര കാർഡ് വേണം, എത്രയോ കാർഡ് കരുതണം. ഇനിയൊരു ചിപ്പ് ചിലപ്പോൾ ധരിപ്പിച്ചുവിടാന്നില്ല. ഇയാൾ സത്യനാണ്, ഇയാൾ ഇന്ന ആളാണ്, ഇയാൾക്ക് ഇത്ര വയസ്സുണ്ട് ഒക്കെ. ചിപ്പ് അത് വന്നുകൂടാന്നില്ല, ചിപ്പ് വന്നുകൂടാന്നില്ല. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ പിന്നെ വന്യജീവി സെൻസസിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇനി വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലാവാം. ഇത്രയും ശ്രമിച്ചതിന് നന്ദി, നമസ്കാരം.